ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് SSC CGLയുടെ നമ്മുടെ ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. മെയിൻ നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റത്തെ കാര്യം എക്സാം എപ്പോഴാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ വന്നത് ഇന്നലെയാണ്. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നലെ മുതൽ, അതായത് 9/6/2025 മുതൽ 4/7/2025, അതായത് ജൂലൈ 4 വരെയാണ് അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/7/2025, അതായത് ജൂലൈ 4ആണ്. ഇനി ഓൺലൈൻ ഫീ പേയ്മെൻറ്റോടുകൂടി സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/7/2025, അതായത് ജൂലൈ 5-ാം തീയതിയാണ്. പിന്നെ ഇതിൻ്റെ അതായത് എക്സാം ഡേറ്റ്സ് വരുന്നത് 13 ഓഗസ്റ്റ് മുതൽ 30 ഓഗസ്റ്റ് 2025 വരെയാണ്. അത് ടെൻറ്റേറ്റീവ് ആണ്, അതെങ്ങനെ വേണമെങ്കിലും വേരിയേഷൻസ് വരാം അതിൽ. അതുപോലെ ടയർ 2ൻ്റെ എക്സാം ഡേറ്റ്സ് വരുന്നത് ഡിസംബർ 2025 ആണ് പറഞ്ഞിരിക്കുന്നത്. അതും ടെൻറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേരിയേഷൻസ് അതിൽ നിന്നും വരാം. അടുത്തത് വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. എന്താണ്? 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന്. പോസ്റ്റ് വൈസ് വേരിയേഷൻസ് വരുന്നുണ്ട്. അതുപോലെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്ന SC ST OBC-കാർക്കും, അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയുമാണ്. SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും, അതുപോലെ തന്നെ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 വർഷവും. ഈ ഡിസബിലിറ്റി ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിൽ തന്നെ നമുക്ക് കാറ്റഗറി വൈസ് പറയുവാണെങ്കിൽ OBC-കാർക്കാണെങ്കിൽ വീണ്ടും ഒരു 5 വർഷം കൂടെ, SC ST-കാർക്കാണെങ്കിൽ വീണ്ടും ഒരു 3 വർഷം കൂടെ. അതിന് എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അവരുടെ മിലിറ്ററി സർവീസിൽ നിന്നും 3 വർഷം ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും ഏജ് റിലാക്സേഷൻ വരുന്നത്. അടുത്തത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏത് ഡിഗ്രി വേണമെങ്കിലും ആവാം. സ്പെഷ്യൽ പോസ്റ്റ് വരുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അസിസ്റ്റൻറ്റ് ഓഡിറ്റിംഗ് ഓഫീസറൊക്കെയാണ്. ഓക്കെ. അടുത്തത് വരുന്ന എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന് 200 മാർക്കാണ്. 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറാണ് നമുക്ക് എക്സാം വരുന്നത്. അതിൽ വരുന്ന മെയിനായിട്ട് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് റീസണിങ്. അതിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ജനറൽ അവയർനെസ്സിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാത്സിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇംഗ്ലീഷിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ടയർ 2 വരുന്നത്, ടയർ 2ൻ്റെ എക്സാം പാറ്റേൺ വരുന്നത് 3 പേപ്പറായിട്ടാണ് വരുന്നത്. അതായത് ഫസ്റ്റ് പേപ്പർ കമ്പൽസറി ആണ്, അതായത് മാത്സും ഇംഗ്ലീഷും ഉണ്ടാവും. പേപ്പർ 2 എന്ന് പറയുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസേഴ്സിനാണ്, അതുപോലെ തന്നെ ആ പോസ്റ്റിന് എഴുതുന്നവർ. പേപ്പർ 3 എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഓഡിറ്റിംഗ് ഓഫീസറിനാണ്. അതിൽ നെഗറ്റീവ് മാർക്കുണ്ട്, 0.5 വീതം നെഗറ്റീവ് മാർക്സും ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തത് വരുന്നത് വേക്കൻസീസ് ആൻഡ് പോസ്റ്റ് ആണ്. അതായത് എങ്ങനെയാണ് അതിൻ്റെ വേക്കൻസി എത്ര എണ്ണമാണ് എന്നുള്ളതാണ്. എത്ര വേക്കൻസീസ് ഉണ്ടോ? 14,582 വേക്കൻസീസാണ് ഇതിനുള്ളത്. ഇത് പോസ്റ്റുകൾ വരുന്നത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ഇൻസ്പെക്ടർ, ഓഡിറ്റർ, അസിസ്റ്റൻറ്റ് ഓഡിറ്റിംഗ് ഓഫീസർ, അതുപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പോസ്റ്റുകൾ. ടോപ്പ് പോസ്റ്റുകളാണ് കേട്ടോ. ടയർ 1ൻ്റെ സിലബസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളത്? റീസണിങ് വരുന്നത് അതിൽ കോഡിങ് സീരീസ്, ജനറൽ അവയർനെസ്സിൽ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, മാത്സിൽ ഓൾജിബ്ര, പെർസെൻറ്റേജ്, ഇംഗ്ലീഷിൽ ഗ്രാമർ, ക്ലോസ് ടെസ്റ്റ്. ഇതിൽ ഇനിയും ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. ഞാൻ അതിനകത്ത് നിന്ന് റാൻഡമായിട്ട് 2 ടോപ്പിക്സ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ സിലബസ് സബ്ജക്ട്സ് വരുന്നത്. മെയിനായിട്ട് വരുന്ന റീസണിങ്, ജനറൽ അവയർനെസ്, മാത്സ്, ഇംഗ്ലീഷ്. ഇനി നമുക്ക് സ്കീം ഓഫ് ടയർ 2 എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സെഷൻ 1ഉം സെഷൻ 2ഉം കൂടെ വരുന്ന പേപ്പർ 1 ആണ്. പേപ്പർ 1ൽ സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്, സെക്ഷൻ 3 ഉണ്ട്. അതായത് സെക്ഷൻ 1ൽ മാത്തമാറ്റിക്കൽ എബിലിറ്റീസും റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസുമാണ്. ഇതിന് ഓരോന്നിനും 30 ക്വസ്റ്റ്യൻസ് ഇതാണ് വരുന്നത്. സെക്ഷൻ 2ൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനും ജനറൽ അവയർനെസ്സും. ഇംഗ്ലീഷിന് 45 ക്വസ്റ്റ്യൻസും ജനറൽ അവയർനെസ്സിന് 25 ക്വസ്റ്റ്യൻസും. സെക്ഷൻ 3ൽ വരുന്നത് കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. അത് 20 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ടിപ്പിക്കലി ഈ എക്സാം എന്ന് പറയുന്നത് 2 hours and 15 minutes ആണ്. പക്ഷേ പോസ്റ്റിനനുസരിച്ച് വേരിയേഷൻസ് വരാം. സെഷൻ 2 എന്ന് പറയുന്നത് സെക്ഷൻ 4, അതായത് അടുത്ത സെക്ഷൻ വരുന്നത് ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റാണ്. ഇത് പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് പേപ്പർ 2, രണ്ടാമത്തെ പേപ്പറാണ്. രണ്ടാമത്തെ പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. അത് 100 മാർക്കാണ്. ടിപ്പിക്കലി അത് 2 മണിക്കൂറാണ് അതിൻ്റെ എക്സാംസ് വരുന്നത്. അത് പേപ്പർ 2 എന്ന് പറയുന്നത് പേപ്പർ 1 നമ്മൾ കമ്പൽസറി പേപ്പറാണ്. പേപ്പർ 2 and 3 എന്ന് പറയുന്നത് പോസ്റ്റിന്, അതായത് JSO, അതുപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതുപോലെ അസിസ്റ്റൻറ്റ് ഓഡിറ്റിംഗ് ഓഫീസർ പോസ്റ്റുകൾക്ക് ആയിരിക്കും പേപ്പർ 2 and 3 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നോക്കാം.
ആദ്യം ssc.gov.in എന്നുള്ള ഈ സൈറ്റിൽ കയറുക. രജിസ്റ്റർ അതായത് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. അഥവാ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർ ഡയറക്റ്റ്ലി ലോഗിൻ കൊടുക്കുക. ഫോം ഫില്ല് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. 100 രൂപയാണ് ഫീസ് അടക്കേണ്ടത്. SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫ്രീ ആണ്. ഇനി അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഫോം സബ്മിറ്റ് ചെയ്ത് അത് സേവ് ചെയ്യുക. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ എക്സാം ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായല്ലേ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്നത് മേക്ക് എ ടൈം ടേബിൾ. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. നമ്മൾ പഠിക്കുന്നത് എപ്പോൾ പഠിക്കാൻ തുടങ്ങണം, എത്ര പോർഷൻസ് ഒരു ദിവസം കവർ ചെയ്യണം, എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതൊക്കെ ഒരു ടൈം ടേബിൾ നമ്മൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്സ് എല്ലാം വായിക്കുക, ഒന്ന് റെഫർ ചെയ്യുക. അത് വായിക്കുക, അത് പഠിക്കുന്നത്, അതിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമായിരിക്കും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, നമുക്ക് ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ പല വെബ്സൈറ്റ് വഴി നമുക്ക് ലഭ്യമാണ് അല്ലേ. അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അടുത്ത് വരുന്ന മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് പരീക്ഷ ആ സമയത്ത് എക്സാമിന് പോയി ചെന്നിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ സ്പീഡൊക്കെ ഒന്ന് വിലയിരുത്താനായിട്ട് മോക്ക് ടെസ്റ്റുകൾ നല്ലതാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ പോസിറ്റിവിറ്റി, നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷനപ്പ് ചെയ്യും. അത് എക്സാമിന് നിങ്ങൾക്ക് ഗുണമായിട്ട് വരികയും ചെയ്യും. നിങ്ങൾക്കത് ഒരുപാട് എന്താ പറയുക, പഠിക്കാനുള്ള ഒരു മൈൻഡ് വരും. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് തോന്നും. അപ്പോൾ സ്റ്റേ ഓൾവേസ് പോസിറ്റീവ് ആൻഡ് കോൺസിസ്റ്റൻറ്റ്. പിന്നെ ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മോട്ടിവേറ്റർ അല്ലെങ്കിൽ ഗൈഡറിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. കുറച്ച് മോട്ടിവേഷൻ്റെ കുറവാണുള്ളതെങ്കിൽ, പഠിക്കാനായിട്ടുള്ള ഗൈഡൻസിൻ്റെ കുറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.